ലിയോ കിഡൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും എന്റെ ഹൃദയപൂർവ്വം എല്ലാവർക്കും നന്ദി. പിന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഏട്ട ഇവിടെ ഉണ്ടാക്കുന്ന എന്താന്ന് അറിയോ? ഒരു ക്രാഫ്റ്റ് ആണ്. എന്ത് ക്രാഫ്റ്റ് ആണെന്ന് അറിയണ്ടേ? ഒരു ഫ്ലവർ ആണ് ഏട്ടൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? കിടക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ഇതിന്റെ പേരെന്തായിരുന്നു ഏട്ടാ? ഫ്ലവർ ടാപ്പ്. ഫ്ലവർ ടാപ്പ്, ഇങ്ങനത്തെ സാറ്റൻ റിബൺ, പിന്നെ ഏത് കളർ നൂല് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ കത്രിക, ഇതിന്റെ പേരെന്തായിരുന്നു? ഗ്രേപ്പ് പേപ്പർ. ഗ്രേപ്പ് പേപ്പർ. ഇത്ര സാധനങ്ങളാണ് നമ്മൾക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ഉണ്ടാക്കുന്നത് യെല്ലോ സാറ്റൻ റിബൺ കൊണ്ടാണ്. ഇത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു സാറ്റൻ റിബൺ ആണ്. ഇതിനെക്കാട്ടും വലിപ്പമുള്ള സാറ്റൻ റിബണൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇത് ഒരു 2.5 ഇഞ്ച് വലിപ്പത്തിൽ ഒരു 15 എണ്ണം മുറിച്ചേക്കാം. ഏകദേശം ഇത്ര ഒരു വലിപ്പത്തിൽ നമുക്കിത് ഒരു 15 എണ്ണം മുറിച്ചേക്കാം. ഞാനതവിടെ 15 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് 2.5 ഇഞ്ചാണ് എടുത്തത്. ഇനി നമ്മൾ അടിയിൽ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തു നിന്നല്ല, ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ 2 ഇഞ്ച് നമുക്ക് ഇത് വലിച്ചെടുത്ത് കൊടുക്കാം. ഈ നൂല് ഞാനിപ്പോൾ അത് 2 ഇഞ്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ വലിച്ച ഈ ഭാഗമില്ലേ, അതായത് അതിൻ്റെ തറ്റം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് നേരെ ആക്കട്ടെ. ഇനി ഇതുപോലെ ബാക്കി 14 എണ്ണവും ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ നൂല് വലിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വലിപ്പത്തിൽ ഈ തറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണേ. ഈ 2 ഭാഗത്തും കാണിച്ചു തരേ. ഇതുപോലെയാണ്. ഇനി നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ നിന്ന് വിട്ട് വെച്ചിട്ട് 2 ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ച് കാണിച്ചു. ഞാൻ 2 ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കണ്ടില്ല, തറ്റത്തിൽ ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിത് ഇങ്ങനെ വലിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് കണ്ടാ എന്ത് സ്പീഡിലാണ് കിട്ടുന്നത്. നേരത്തെ കാണിച്ചു തന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂല് കൊടുക്കുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി പിങ്ക് കളറിൽ ഞാൻ ഇങ്ങനെ ഒരു 5 ഇഞ്ച് വലിപ്പത്തിൽ മുറിച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ ഈ ഭാഗം നേരത്തെ കാണിച്ചില്ല ഒരു എക്സാമ്പിൾ, അതുപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ വലിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും എടുക്കരുത്, ഒരു 5 ഇഞ്ച്. അതിനുശേഷം ഇതിങ്ങനെ ഇതിന് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഈ ചെറിയ നൂലല്ല വലിച്ചെടുക്കേണ്ടത്, ഈ വലിയ നൂലില്ലേ അതിങ്ങനെ വലിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇത് ഞാനൊരു 5 ഇഞ്ച് വലിപ്പത്തിലാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തതാണ് ഇത്. ഇനി ഞാൻ ബാക്കി എന്താണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്കൊരു ഈർക്കിൾ വേണം. ഇനി നമുക്ക് ആദ്യം ഈ പിങ്ക് കളർ നൂലെടുത്തിട്ട് ഈ ഈർക്കിളിൻ്റെ തറ്റത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. ഇത് പൂവിൻ്റെ നടുവിൽ വരുന്നതാണ്. മറ്റേ പൂവിനൊന്നും നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ല.
ഞാൻ അതവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലുകൊണ്ട് ഈ തറ്റത്തെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ അതവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മഞ്ഞെടുത്ത് നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നേരെ ഈ ഭാഗത്തേക്കും ഇത് ഈ ഭാഗത്തേക്കും വെച്ചിട്ട് ഇവിടെ നമുക്ക് കെട്ടിട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്തതൊന്ന് വെക്കാം. ഇതിങ്ങനെ ഇതാക്കാം, എന്നിട്ട് കെട്ടിക്കും. ഇതേപോലെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓരോരോന്ന് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഞാൻ അതവിടെ 15 എണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കെട്ടിയതിന് ശേഷം ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇനി നമുക്ക് ഫ്ലവർ ടാപ്പ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ നൂല് വന്നില്ലേ, നമ്മുടെ ഈ നൂല് അതിൻ്റെ അവിടെ മുതൽ അത് കെട്ടിക്കൊടുക്കാം. ഇത് ഈർക്കിളുടെ താഴെ വരെ നമുക്കിത് ചുറ്റി കൊടുക്കാം. ഞാൻ അതവിടെ അവസാനം വരെ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇല വെച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള ഈ ഷീറ്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അതിനെ വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇവിടെ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതവിടെ 2 ലീഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലെങ്ങനെ ഒട്ടിക്കാന്ന് കാണിച്ചത്. ഇത് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് നൂലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇത് ഇത്ര മാത്രം ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു വെക്കാം. കണ്ടില്ലേ? ഞാൻ ഈ ഇവിടെ താഴെയായിട്ട് ഈ ലീഫും കൂടി വെച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. എൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊന്നും ഇതേപോലെ ഒരു സാധനമൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഇത് അത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫ്ലവർ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Bye.